അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു, മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞത്. ഒന്ന് തഖ്വ, ഭയഭക്തി. രണ്ടാമത് സൽ സ്വഭാവം. ഈ രണ്ട് കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഈ രണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ, ഒന്നാമത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ധാരാളം സൽക്കർമ്മങ്ങൾ റബ്ബ് മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അത് അള്ളാഹ് മാത്രം അറിയുന്ന കാര്യമാണ്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. രണ്ടാമത്തെ കാര്യം സൽ സ്വഭാവം എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിപ്പിക്കുന്ന കാര്യമായി എണ്ണിപ്പറഞ്ഞ രണ്ടാമത്തെ കാര്യം സൽ സ്വഭാവമാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവനെ മറ്റുള്ളവരെ അവനിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരുപാട് തഖ്വയുള്ള ആളുകളെ നമുക്ക് കാണാം. പക്ഷേ സ്വന്തം വീട്ടിനകത്ത്, സമൂഹത്തിലൊക്കെ പെരുമാറുന്നിടത്ത്, സ്വഭാവം കാണിക്കുന്നിടത്തൊക്കെ അവർ പരാജയപ്പെട്ടു പോകുന്നതായി കാണാം. ഒരു സത്യവിശ്വാസി എന്നത് ഒരു പർണശാല കെട്ടി അതിനകത്ത് ധ്യാനമിരിക്കേണ്ട ആളേ അല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങണം, ആളുകളുമായി ബന്ധപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പ്രചരിപ്പിച്ചത് വാളുകൊണ്ടല്ല. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു റസൂലിലേക്ക് ആളുകളെ ആകർഷിച്ചത്. റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അവർ വിശ്വസിക്കുമായിരുന്നു. അൽ അമീനായിരുന്നു റസൂൽ. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ കൃത്യമായി സംസ്കരിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുള്ള ഒരു ആരാധനയുടെ പേരാണ് നോമ്പ്. ഈ രണ്ട് കാര്യങ്ങൾ, തഖ്വയും സ്വഭാവവും, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ കൃത്യമായി സംസ്കരിച്ചെടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൽപ്പിച്ചു തന്ന, റബ്ബ് നമ്മിലേക്ക് ഇറക്കി തന്ന സാധനമാണ് നോമ്പ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, നമസ്കാരം എടുത്തു നോക്കൂ, അവിടെ നമ്മുടെ സ്വഭാവവുമായിട്ടൊരു ബന്ധം അതിനില്ല. നമസ്കരിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് മാത്രം അറിയുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുന്നു, പോകുന്നു. പക്ഷെ നോമ്പ് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ കൃത്യമായി സംസ്കരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര പ്രകോപനമുണ്ടായാലും ഒരു നോമ്പുകാരൻ ദേഷ്യം വരില്ല. എത്ര പ്രകോപനമുണ്ടായാലും ഒരു നോമ്പുകാരൻ അവൻ്റെ സൽസ്വഭാവത്തെ വിട്ടുകളയില്ല. 30 ദിവസം, സൈക്കോളജി പറയുന്നത് 15 ദിവസം കൊണ്ട് ഒരാൾക്കൊരു സ്വഭാവത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, 15 ദിവസം കൊണ്ട്, 2 ആഴ്ച, 14-15 ദിവസം കൊണ്ട് ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സ്വഭാവം നമ്മളിൽ നിലനിർത്തണമെങ്കിൽ പിന്നെ ഒരു 15 ദിവസം മതി. അപ്പോൾ ഒരു സ്വഭാവത്തെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഈ 14 ദിവസമാണ്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗം, തെറാപ്പികളൊക്കെ ഇങ്ങനെ 14 ദിവസം 30 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, നോമ്പ് നിങ്ങൾക്ക് 30 ദിവസം. ആ 30 ദിവസം കൊണ്ട് ഒരു മനുഷ്യന് കൃത്യമായും തഖ്വയുള്ളവനാവാം. അതിൻ്റെ കൂടെ അവൻ്റെ സൽ സ്വഭാവത്തെ കൃത്യമായിട്ട് അവൻ രൂപപ്പെടുത്തിയെടുക്കാനും പറ്റും. ഇനി ഒരു സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ സൽ സ്വഭാവത്തിൽ വരിക? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. നമുക്ക് 2 കാര്യങ്ങളാണ്: പെരുമാറ്റം, സ്വഭാവം. ഇത് രണ്ടാണ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ വ്യക്തിത്വം എന്നത്. മനുഷ്യന് മാത്രമുള്ളൊരു സാധനമാണ് ഈ വ്യക്തിത്വം. അതിന് ഇംഗ്ലീഷ് പേഴ്സണാലിറ്റി എന്നാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ പേഴ്സണാലിറ്റിയാണ്. ഒരു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും ഈ പേഴ്സണാലിറ്റി ഇല്ല. നമ്മളാരും പറയാറില്ലല്ലോ, അപ്പോൾ ആ പട്ടിക്ക് ഭയങ്കര പേഴ്സണാലിറ്റി ഉണ്ട്, ഞാൻ അറക്കാൻ പോത്തിന് എന്തൊരു പേഴ്സണാലിറ്റി, അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഗുണമാണ് അവൻ്റെ പേഴ്സണാലിറ്റി എന്നത്. ഒരു മനുഷ്യൻ സ്കൂളിൽ പോകുന്നത്, മദ്രസയിൽ പോകുന്നത്, ദീൻ പഠിക്കുന്നത്, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ വളരുന്നതെല്ലാം അവൻ്റെ പേഴ്സണാലിറ്റിയെ രൂപപ്പെടുത്താനാണ്. ഈ പേഴ്സണാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്: ഒന്ന് പെരുമാറ്റം, 2 സ്വഭാവം. ഇത് രണ്ടാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്നത് അവൻ്റെ ചിന്ത കൂടി ഉൾപ്പെടുന്നതാണ്. അയാൾ നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനാണ്, ആളുകളെ സഹായിക്കുന്നു,
എല്ലാ കാര്യത്തിനും മുന്നിട്ട്, അതൊക്കെ അയാളുടെ ചിന്തയുമായി കൂടി ബന്ധമുള്ളതാണ്. പെരുമാറ്റം എന്നത് ഒരാൾ മറ്റൊരാളോട് എങ്ങനെ ഇടപെടുന്നു എന്നതാണ്. അപ്പോൾ സ്വഭാവം നന്നാവണം, പെരുമാറ്റം നന്നാവണം. ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു, ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറുന്നു, ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയോട് എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ നോക്കൂ. ഈ പെരുമാറ്റം വളരെ പ്രധാനമാണ്. ആ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നത് ചിന്ത കൂടി ഉൾപ്പെടുന്നതാണ് എന്നർത്ഥം. ഇത് രണ്ടും ചേർന്നാൽ അയാളുടെ വ്യക്തിത്വമായി മാറുന്നു. അപ്പോൾ ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താൻ ദേഷ്യം വരുന്ന ആളുകൾ നോക്കൂ, ഇത് ഈ സൽസ്വഭാവം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കൂ. എന്തൊക്കെയാണ് സൽസ്വഭാവം ഉണ്ടാകും? ഞാൻ പറഞ്ഞു, പെരുമാറ്റം അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ പെരുമാറ്റം എന്നത് സ്വഭാവത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഒരാളുടെ സ്വഭാവമാണ് അയാളുടെ പെരുമാറ്റം. ഒരാളോട് ഇടപെടുന്നത് എങ്ങനെ, ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, അയാളുടെ സ്വഭാവം എന്ത്, ഭാര്യയും ഭർത്താവും എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. പല നല്ല ദീനിയായ കുടുംബങ്ങളും നിങ്ങൾക്ക് കാണാം. പക്ഷെ ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് കയറി ചെന്നാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളും ഉമ്മയും ഉപ്പയും തമ്മിൽ പ്രശ്നം, കയറി വന്ന മരുമകളുമായി ബന്ധപ്പെട്ട പ്രശ്നം നോക്കൂ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള വീടുകൾ, മരുമകൾക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുള്ള വീടുകൾ, എല്ലാം സംസാരിച്ച് നോക്കും. എന്താ പറയുക? അവർ പറയും ഉമ്മാൻ്റെ സ്വഭാവം പ്രശ്നമാണ്, പെരുമാറ്റം പ്രശ്നമാണ്. മരുമക്കൾ, വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത മരുമക്കൾ എത്ര പേരുണ്ട്. ചെറിയ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവനാണ് ഇനി എന്നെ നോക്കുക എന്ന് ഉമ്മയും പാപ്പയൊക്കെ ചിന്തിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവും പ്രശ്നമാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇന്നിൻ്റെ കാലത്ത് ഈ 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾക്ക്? നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. നമ്മളൊക്കെ പഠിച്ച, നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടവുമല്ല. പുതിയ തലമുറക്ക് പെരുമാറാൻ അറിയില്ല, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, ജീവിക്കാൻ അറിയില്ല. നിങ്ങൾ ക്യാമറ ഓണാക്കി നോക്കൂ, അവർ മനോഹരമായിട്ട് ചിരിക്കും, നന്നായിട്ട് അഭിനയിക്കും, റീൽസ് ഉണ്ടാക്കും, ഷോർട്സ് ഉണ്ടാക്കും, ഫോട്ടോ എടുക്കും, എഡിറ്റ് ചെയ്യും, എന്തു മനോഹരമായിരിക്കും എന്നറിയും. പക്ഷേ ജീവിക്കാൻ അവർക്കറിയില്ല. പക്ഷേ മുൻ കഴിഞ്ഞു പോയൊരു തലമുറയോ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ അവർക്ക് ജീവിക്കാൻ അറിയുമായിരുന്നു. അപ്പോൾ ഈ പെരുമാറ്റം എന്നത് പെരുമാറ്റവും സ്വഭാവവും സൽസ്വഭാവമാക്കി, നല്ല പെരുമാറ്റമാക്കി മാറ്റാൻ നമ്മളും ശ്രമിക്കണം. അതിലെന്തൊക്കെയാണ് വരിക? ഒന്ന്, മുതിർന്നവരെ ബഹുമാനിക്കുക. സൽസ്വഭാവത്തിൽ എണ്ണിപ്പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക. ചെറിയ ആളുകളോട് കരുണ കാണിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ സൽസ്വഭാവത്തിൻ്റെ ഗുണമാണത്. മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക. നിങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ എടുക്കൂ, ജെൻ സി നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ പുതിയ കുട്ടികളെടുത്തു നോക്കൂ. അവർ ആളുകളെ ബഹുമാനിച്ച് അവർക്ക് പരിചയമേ ഇല്ല. ക്ലാസ് റൂമിനകത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, ഒരു സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോൾ കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. ആ ബഷീർ ഇപ്പോൾ വരും, ഖാദർ ഇപ്പോൾ വരും, ആ സുലൈഖ വന്ന വെറുപ്പിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആരാ? അപ്പോൾ ആ കുട്ടികളെടുത്ത് എന്ന് ചോദിച്ചു, ഇതൊക്കെ ആരൊക്കെ ടീച്ചർമാരാ. നമ്മളൊക്കെ ടീച്ചർമാരെ കുറിച്ച് പറയുമ്പം സുലൈഖ ടീച്ചർ, ബഷീർ മാഷി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ ബഷീർ എന്ന പ്രശ്നമാണ്, സുലൈഖ വലിയ ഇഷ്യൂ ഇല്ല, എല്ലാം മൈൻഡ് ചെയ്യില്ല. കുട്ടികൾ അധ്യാപകരെ പോലും പേരെടുത്ത് വിളിക്കുകയാണ്. ഉമ്മാനും ഉപ്പാനും പോലും ബഹുമാനിക്കാത്ത ആളുകൾ. ഒരു ഉപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കൊലായിലെ കസേരയിരിക്കുന്ന കുട്ടികൾ എഴുന്നേൽക്കുക പോലും ചെയ്യില്ല. അപ്പോൾ പുതിയ തലമുറക്കും ഇത് പകർന്നു കൊടുക്കണം, നമുക്കിത് ഉണ്ടാവുകയും വേണം. അതിൻ്റെ പേരാണ്, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, ചെറിയവരോട് അവർ കരുണ കാണിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളുമായിട്ട് അടുത്തിടപഴകിയ ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ കണ്ടാൽ കാരുണ്യത്തോടെ സമീപിച്ചിരുന്ന ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുതിർന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവവും ഒരു നല്ല പെരുമാറ്റവുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കൂടിയുള്ളതാണ് ഈ റമളാൻ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഒരൊറ്റ കാര്യം കൂടി അതിനെ കൂടെ ചേർത്ത് പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തീരെ നമ്മൾ ആ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? അതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, നിങ്ങളുടെ സ്വഭാവം നന്നാവണോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഇന്ന് ഒഴിവാക്കണം. അതിൻ്റെ പേരാണ് കോപം, ദേഷ്യം.
ഒരു മനുഷ്യൻ ദേഷ്യക്കാരൻ, ആ മനുഷ്യനോടൊരു മനുഷ്യനെ അടുക്കൂല. ഈ പള്ളി കമ്മിറ്റിയിൽ ഒരു ദേഷ്യക്കാരനുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈ പള്ളി കമ്മിറ്റിയിൽ ആ ദേഷ്യക്കാരനോട് അടുക്കാൻ കഴിയില്ല. ഒരു ഭർത്താവ് ദേഷ്യക്കാരനാണ്, അടുക്കാൻ കഴിയില്ല. ഒരു അയൽവാസി ദേഷ്യക്കാരനാണ്, ആളുകൾ അടുക്കൂല. ചൂടുള്ള ഒരു സാധനത്തിൽ നിന്ന് എങ്ങനെയാണോ മനുഷ്യൻ അകന്നു പോവുക, അങ്ങനെയാണ് ദേഷ്യം മനുഷ്യരിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. നമ്മളങ്ങനെ പറയാം, ദേഷ്യം പിടിക്കുന്ന ആളെ നമ്മൾ നാടൻ ഭാഷയിൽ എന്താ പറയുക, ഭയങ്കര ചൂടാന്നാ, ചൂടാവുക എന്നാ പറയാം അല്ലേ. ചൂടായുള്ള കുഴപ്പം എന്താ, എന്താണോ ചൂടുള്ളത് അതിന് മനുഷ്യനിങ്ങനെ അകന്നകന്ന് നിൽക്കും അല്ലേ. നമ്മൾ ചൂടുള്ള അൽഫാമൊക്കെ വാങ്ങാൻ പോയാൽ ഞങ്ങൾ കാണാം, ഉണ്ടാക്കുന്ന ആൾ അവിടെ കണ്ട് നമ്മൾ എന്തി വെക്കുമ്പോൾ ഭയങ്കര ചൂടിൽ കുറച്ചാണ് അകന്ന് നിൽക്കും. അപ്പോൾ അടുപ്പ് കത്തിയാൽ, തീ കൂട്ടിയാൽ ആ തീയിൽ നിന്ന് ആളുകൾ അകലും. ആന വരാതിരിക്കാൻ വയനാട്ടിൽ ചെയ്യുക, തീയിടുകയാണ്. തീയിട്ട് കഴിഞ്ഞാൽ ചൂടാണ്, മൃഗങ്ങൾ അടുക്കൂല. അപ്പോൾ ചൂടിലേക്ക് ആളുകൾ അടുക്കില്ല എന്നതുപോലെ ചൂടുള്ള ഒരു മനുഷ്യൻ, ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അകന്നു പോകും ബന്ധങ്ങൾ എന്നത് ഉറപ്പാണ്. ഇതാണ് സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതും. ഈ നോമ്പ് 30 ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഈ 2 കാര്യങ്ങൾ കൂടിയാണ്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് റസൂൽ എണ്ണി പറഞ്ഞ തഖ്വ, അതാണ് നോമ്പ് എന്തിനു വേണ്ടി എന്നത്, നിങ്ങൾ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി എന്നതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. ഈ 2 ലക്ഷ്യങ്ങളും നേടുന്ന ഒരു നോമ്പായി ഈ നോമ്പിനെ നമ്മൾ മാറ്റണം. റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെ ഈ 2 ലക്ഷ്യങ്ങളും നേടി തഖ്വയുള്ളവരായി അതുപോലെ തന്നെ സൽസ്വഭാവമുള്ളവരാക്കി നാം ഏവരെയും മാറ്റി തരുമാറാവട്ടെ. നമ്മളെ ഏവരെയും ഇതുപോലെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.